ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പല ബില്ലുകളും പാസ്സാകുന്നതിന് മുൻപ് ജനങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കാൻ ശ്രമിക്കാത്തതാണ് ഇതിനെതിരെ പ്രതിഷേധം ഉയരാൻ കാരണമാകുന്നത്. റോഡ് ട്രാൻസ്പോർട്ട് സുരക്ഷാ ബിൽ കേന്ദ്രം നടപ്പാക്കുമ്പോൾ പ്രത്യക്ഷമായി ഇത് ബാധിക്കുക ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവരെയാണ്. നിരവധി ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുണ്ടായിട്ടും ഇവരുടെ നിർദ്ദേശങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് ഈ ബില്ല് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധം ശക്തമായി രാജ്യവ്യാപക ഹർത്താലിൽ വരെ എത്തിച്ചേർന്നു. പ്രധാന വാർത്തകളിലേക്ക്. മെഡിക്കൽ കോളേജിൽ മരുന്ന് കടത്തുന്നുവെന്നാരോപിച്ച് നടത്തിയ ഉപരോധത്തിൽ സംഘർഷം. പ്രതി പോലീസ് കസ്റ്റഡിയിൽ. മോട്ടോർ വാഹന തൊഴിലാളികളുടെ 24 മണിക്കൂർ പണിമുടക്ക് പൂർണ്ണം. ദുരന്തഭൂമിയിൽ നിന്നും ഭീതി മാറാതെ കോഴിക്കോട്ടുകാർ ജന്മനാട്ടിൽ. വാർത്തകൾ വിശദമായി. മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് മരുന്ന് കടത്തുന്നുവെന്ന് ആരോപിച്ച് മെഡിക്കൽ സ്റ്റോറിന് മുൻപിൽ നടന്ന ഉപരോധ സമരം സംഘർഷാവസ്ഥയിൽ കലാശിച്ചു. വ്യാഴാഴ്ച രാവിലെയാണ് പുറത്തുനിന്നും എത്തിയ മരുന്ന് കമ്പനി പ്രതിനിധികൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും മരുന്ന് കെട്ടുകൾ പുറത്തേക്ക് കടത്തിയത്. മെഡിക്കൽ കോളേജ് പോലീസിന്റെ സന്ദർഭോചിതമായ ഇടപെടലിലൂടെ പ്രതിയെന്ന് സംശയിക്കുന്ന കമ്പനി പ്രതിനിധിയെ കസ്റ്റഡിയിൽ എടുത്തതോടെയാണ് ജനങ്ങൾ ശാന്തരായത്. മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും അനധികൃതമായി മരുന്നുകൾ കടത്തിക്കൊണ്ടുപോകുന്നുവെന്ന ആരോപണമാണ് വ്യാഴാഴ്ച രാവിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിനു മുന്നിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി മരുന്നു കടത്തുന്നുവെന്ന ആരോപണമാണ് ജനകീയ ഇടപെടലിലൂടെ തടഞ്ഞത്. പാവപ്പെട്ട രോഗികൾക്ക് തികച്ചും സൌജന്യമായി ലഭ്യമാക്കാനുള്ള വിലപിടിപ്പുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ളവയാണ് ഇത്തരത്തിൽ ഇവിടെ നിന്നും മറ്റാർക്കോ വേണ്ടി കടത്തിക്കൊണ്ടുപോകുന്നതെന്നാണ് ആരോപണം. രാവിലെ മെഡിക്കൽ സ്റ്റോറിലെത്തിയ കമ്പനി പ്രതിനിധി 2 തവണ പെട്ടികളിലാക്കി ബൈക്കിൽ മരുന്നുകൾ കൊണ്ടുപോയതോടെയാണ് ജനങ്ങൾ സംഘടിച്ച് മെഡിക്കൽ സ്റ്റോർ ഉപരോധിച്ചത്. ഇതിനിടെ ഡിവൈഎഫ്ഐ, യൂത്ത് കോൺഗ്രസ്, ബിജെപി പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ മെഡിക്കൽ കോളേജ് SI MT ജേക്കബിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും രംഗം ശാന്തമാക്കാൻ കഴിഞ്ഞില്ല. മെഡിക്കൽ സ്റ്റോറിൽ നിന്നും രാവിലെ മരുന്ന് വാങ്ങാനെത്തിയ രോഗികളോട് സ്റ്റോക്കില്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ച മരുന്നുകളാണ് കടത്തിക്കൊണ്ടുപോയതെന്നാണ് ജനങ്ങൾ ആരോപിക്കുന്നത്. 3 പേരുണ്ടായിരുന്ന സംഘത്തിലെ 2 പേർ ഇതിനകം ഓടി രക്ഷപ്പെട്ടു. ശേഷിക്കുന്ന 3-ാമനെ സ്റ്റോറിനകത്ത് രോഗികളും കൂട്ടിരിപ്പുകാരും ചേർന്നാണ് തടഞ്ഞുവെച്ചത്. ഇവിടുന്ന് പുറത്തുനിന്ന് മരുന്ന് പോകുമ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഇവിടെ 750 രൂപ മരുന്നാണ് അവിടെ. ഇവിടെ നിന്ന് രാവിലെ എഴുതി മരുന്ന് ഇല്ല എന്ന് പറഞ്ഞ മരുന്ന് ഇപ്പം പുറത്തേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ഈ മരുന്ന് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് 2017 വരെ ഡേറ്റുള്ള മരുന്നാണ് ഇവർ എടുക്കാൻ നോക്കിയത്. ഇത് സ്ഥിരമായി ഈ പ്രദേശത്ത് നടക്കുന്ന ഒരു മരുന്ന് കൊള്ളന്റെ ഭാഗമായിട്ടുള്ള സംവിധാനം തന്നെയാണ്. കാരണം ഇതിനിടെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് മോഹൻകുമാറിനെ വിവരം അറിയിച്ചുവെങ്കിലും അദ്ദേഹം എത്താൻ വൈകിയെന്നാരോപിച്ച് പ്രതിഷേധം ശക്തമായി. സൂപ്രണ്ട് സ്ഥലത്തെത്തി നൽകിയ വിശദീകരണവും ജനങ്ങൾക്ക് തൃപ്തികരമായില്ല. അധികമായ മരുന്നുകൾ എടുക്കുക മാത്രമാണ് കമ്പനി പ്രതിനിധികൾ ചെയ്തതെന്ന വിശദീകരണം വിശ്വസിക്കാൻ പ്രതിഷേധക്കാർ തയ്യാറായില്ല. വൈകുന്നേരമാണ് ഇറക്കിയത്. അപ്പൊ ഇന്നലെ വൈകുന്നേരം ഹെഡ് ഫാർമസിസ്റ്റ് ഇല്ലാത്തത് കാരണം വൈകുന്നേരം തിരിച്ചെടുക്കാൻ പറ്റില്ല. നാളെ രാവിലെ ഹെഡ് ഫാർമസിസ്റ്റ് വന്നിട്ട് അതിന്റെ സ്റ്റോക്ക് വിവരം നോക്കിയിട്ട് തിരിച്ചെടുക്കാന്ന് പറഞ്ഞു. രാവിലെ ഹെഡ് ഫാർമസിസ്റ്റ് വന്ന് നോക്കിയപ്പോൾ നമ്മൾ ഓർഡർ കൊടുക്കാത്ത സാധനമാണ്, അതുകൊണ്ട് എടുക്കാൻ പറഞ്ഞു. പിന്നെ നമ്മൾ ഓർഡർ കൊടുത്ത സാധനങ്ങൾ ഇപ്പോൾ ഗവൺമെന്റ് സപ്ലൈ വരുമ്പോൾ പിന്നെ HD ഫാർമസിയിൽ നിന്ന് ആ സാധനങ്ങൾ മൂവ് ചെയ്യില്ല.
അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ കണക്കിൽ എഴുതി വെച്ചിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. അല്ലാതെ അവർക്ക് കണക്കിൽ എഴുതാതെ ഒന്നും കൊണ്ടുപോയിട്ടില്ല. അത് എക്സ്പയർഡ് അല്ല. പ്രതിയെന്ന് സംശയിക്കുന്ന കമ്പനി പ്രതിനിധിയെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് തയ്യാറായതോടെയാണ് സംഘർഷാവസ്ഥയ്ക്ക് തിരശ്ശീല വീണത്. കേന്ദ്ര റോഡ് സുരക്ഷാ ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ തൊഴിലാളികളുടെ സംയുക്ത യൂണിയൻ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പണിമുടക്ക് പൂർണ്ണം. തീവണ്ടി ഒഴികെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങളെ പണിമുടക്ക് ബാധിച്ചു. KSRTC ദീർഘദൂര സർവീസുകൾ നിർത്തിവെച്ചത് ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിലാക്കി. കേന്ദ്ര റോഡ് സുരക്ഷാ ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ തൊഴിലാളികളുടെ സംയുക്ത യൂണിയൻ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പണിമുടക്ക് പൂർണ്ണം. കോഴിക്കോട്, കൊച്ചി, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ പണിമുടക്ക് ജനജീവിതത്തെ ബാധിച്ചു. പണിമുടക്ക് മൂലം കോഴിക്കോട് ജില്ലയിൽ ഏറെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചത് കാലിക്കറ്റ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളാണ്. കാലിക്കറ്റ് സർവകലാശാല ഇന്ന് നടത്താനിരുന്ന 3 പരീക്ഷകൾ മാറ്റിയിട്ടില്ല. വിദ്യാർത്ഥികൾ പരീക്ഷാ കേന്ദ്രങ്ങളിലെത്താൻ ഏറെ വിഷമിച്ചു. തീവണ്ടി ഒഴികെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങളെ പണിമുടക്ക് ബാധിച്ചിട്ടുണ്ട്. KSRTC ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെ നിർത്തിവെച്ചു. KSRTCയിലെ പ്രമുഖ സംഘടനകളും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. ഓട്ടോ, ടാക്സി, ടെമ്പോ, ട്രക്കർ, മിനി ലോറി എന്നിവയും നിരത്തിൽ ഇറങ്ങിയിട്ടില്ല. സംസ്ഥാനത്ത് പുറത്തുനിന്നുള്ള ചരക്ക് ഗതാഗതത്തെയും പണിമുടക്ക് ബാധിച്ചു. വ്യാഴാഴ്ച രാത്രി 12 വരെയാണ് പണിമുടക്ക്. പാൽ, പത്രം, വിവാഹം തുടങ്ങിയ ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. സ്വകാര്യ വാഹനങ്ങളെ തടയില്ലെന്ന് നേരത്തെ തന്നെ സമരക്കാർ വ്യക്തമാക്കിയിരുന്നതിനാൽ സ്വകാര്യ വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. കടകമ്പോളങ്ങളെയും പണിമുടക്ക് ബാധിക്കില്ലെന്ന് വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ഹോട്ടലുകൾ അടക്കമുള്ള മിക്ക കടകളും അടഞ്ഞുകിടക്കുകയാണ്. പതിവ് പോലെ സ്വകാര്യ വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങിയെങ്കിലും പലയിടങ്ങളിലും ജനത്തിരക്ക് തീരെ ഉണ്ടായിരുന്നില്ല. റെയിൽവേ സ്റ്റേഷനിലെത്തിയ യാത്രക്കാർക്ക് പോലീസിന്റെയും സന്നദ്ധ സംഘടനകളുടെയും സേവനം ലഭിച്ചത് യാത്രക്കാർക്ക് ഏറെ സഹായകരമായി. നാട്ടിൽ തിരിച്ചെത്തിയെങ്കിലും ഭൂമി വിറകൊണ്ട നാളുകളിലെ നടുക്കുന്ന ഓർമ്മകൾ വിട്ടകന്നില്ല കോവൂർ പാലാഴി റോഡിൽ പ്രശാന്തിന്റെ ഓർമ്മകളിൽ നിന്ന്. മരണത്തെ മുഖാമുഖം കണ്ട നേപ്പാൾ ദുരന്തത്തിലെ ഭയാനകമായ അനുഭവം ജില്ലാ വാർത്തകളുമായി പങ്കുവയ്ക്കുകയാണ് പ്രശാന്ത്. ഏപ്രിൽ 23-നായിരുന്നു കോവൂർ പാലാഴി റോഡിൽ ശ്രേയസിൽ പ്രശാന്ത് ഒരു കമ്പനി മീറ്റിംഗിനായി നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലെത്തിയത്. കാഠ്മണ്ഡുവിലെ റാഡിസൺ ഹോട്ടലിൽ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഉഗ്ര ശബ്ദം കേട്ടു. പിന്നാലെ എന്തെന്നറിയാതെ പൊട്ടിത്തെറികളുടെയും നിലംപൊത്തലുകളുടെയും ഭയാനക ശബ്ദം. ഇതോടെ മീറ്റിംഗിലുണ്ടായിരുന്നവർ ജീവനും കൊണ്ട് താഴേക്ക് ഓടുകയായിരുന്നുവെന്ന് പ്രശാന്ത് ഓർക്കുന്നു. നമ്മളൊരു കോൺഫറൻസ് ഹാളിലായിരുന്നു. ആ കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ട് ഞാനൊരു ബിഗ് സൗണ്ട് കേൾക്കാനിടയായി. അതിനിടയ്ക്ക് ഈ ശബ്ദം കേട്ട് ഞങ്ങൾ 80 പേരും ആ റൂം വിട്ട് ഓടുകയായിരുന്നു ഞങ്ങളുടെ ഹോട്ടലിലെ റിസപ്ഷൻ കൗണ്ടറിലേക്ക്. ആ സമയത്ത് ബാക്ക് സൈഡിൽ നിന്നുള്ള നമ്മുടെ ഗ്ലാസുകളെല്ലാം പൊട്ടി വീഴുകയും നമ്മൾ ഓടി ഒരു പ്ലെയിൻ ആയുള്ള ഒരു സ്ഥലത്ത് എത്തി നിൽക്കുകയായിരുന്നു. അവിടെ വെച്ച് നമ്മൾ ഇന്റർലോക്ക് ചെയ്ത സ്ഥലം ഇങ്ങനെ പൊന്തി വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ആ ദിവസം കംപ്ലീറ്റ് നമ്മൾ ആ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ഭക്ഷണവും ഒന്നുമില്ലാതെ ഫുഡും ഒന്നുമില്ലാതെ നിൽക്കുകയായിരുന്നു. ഹോട്ടൽ മുറ്റത്തിറങ്ങിയപ്പോഴത്തെ കാഴ്ചകൾ അതിലേറെ ഭീകരമായിരുന്നു. ആടിയൊലയുന്ന കെട്ടിടങ്ങൾ, നിലംപൊത്തുന്ന ഷെഡുകൾ, പാറിപ്പറക്കുന്ന മേൽക്കൂരകൾ, ഹോട്ടൽ നിലത്തുപാകിയ ഹോളോ ബ്രിക്സ് പോലും പുറത്തേക്ക് തള്ളുന്ന കാഴ്ച കണ്ടപ്പോൾ നിലവിളിച്ചുപോയെന്ന് ഭീതിയൊഴിയാത്ത കണ്ണുകളോടെ പ്രശാന്ത് വിവരിച്ചു. എങ്ങനെയെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താനുള്ള പരക്കംപാച്ചിലായിരുന്നു 1.5 ദിവസം. പ്രശാന്ത് താമസിച്ച ഹോട്ടൽ അപ്പോൾ തന്നെ അടച്ചു. അതോടെ ലഗേജുകൾ മുഴുവൻ അതിനകത്തായി. ഒരു വാഹനത്തിൽ കയറിപ്പറ്റി എയർപോർട്ടിലെത്തിയെങ്കിലും വിമാനം ലഭിച്ചില്ല. നേരത്തെ ബുക്ക് ചെയ്ത ടിക്കറ്റ് പോലും ലഭിച്ചില്ല. ഇതോടെ നേരെ രക്ഷാ ക്യാമ്പിലേക്കായി യാത്ര. വൈദ്യുതി പോലുമില്ലാത്ത ഇരുൾ നിറഞ്ഞ ഒരു ഇൻഡോർ സ്റ്റേഡിയമായിരുന്നു റെസ്ക്യൂ ഹോം. ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ കയ്യിൽ കരുതിയ ഒരു ചോക്ലേറ്റ് ബാറും അല്പം പച്ചവെള്ളവും മാത്രമായിരുന്നു 1.5 ദിവസത്തെ ഭക്ഷണം. ഒടുവിൽ എയർ ഇന്ത്യയുടെ ഒരു വിമാനത്തിൽ ഡൽഹിയിലേക്ക് കയറിപ്പറ്റി. അവിടെ നിന്ന് ബാംഗ്ലൂർ വഴിയാണ് പ്രശാന്ത് പ്രാർത്ഥനയോടെ കാത്തുനിൽക്കുന്ന ഭാര്യയും കുഞ്ഞും മാതാപിതാക്കളുമടങ്ങിയ കുടുംബത്തിലേക്ക് എത്തിച്ചേർന്നത്. വിമാനത്തിനായി കാത്തുനിൽക്കുന്നവരെ കൈക്കൂലി വാങ്ങിയാണ് നേപ്പാൾ പോലീസുകാർ അകത്ത് വിടുന്നതെന്നും പ്രശാന്ത് പറഞ്ഞു. ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു പുറത്തേക്ക് വന്ന സമയത്ത് രാത്രി ഒരു 1:30 മണിയായിരിക്കണം. 1:30 മണി സമയത്ത് അവിടെ എനിക്ക് കാണാൻ സാധിച്ചു നേപ്പാളി പോലീസ് ബ്രൈബ്, അതായത് കാശ് വാങ്ങിച്ചുകൊണ്ട് ഈ സ്ഥലങ്ങളിലേക്ക് എൻട്രി നടത്തുന്നതാണ്.
ഞാനും അതിന് നിർബന്ധിതനാവുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് എൻ്റെ ക്യാൻസൽ ചെയ്ത ഫ്ലൈറ്റ് പിറ്റേ ദിവസം ഞാൻ ഇന്റർനാഷണൽ എയർപോർട്ട് വഴി ചെക്ക് ചെയ്ത സമയത്ത് എൻ്റെ ഫ്ലൈറ്റ് ഇന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ട്, അന്നേ ദിവസം ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. റൺവേ നവീകരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് വിമാനത്താവളത്തിൽ വ്യാഴാഴ്ച അർദ്ധരാത്രി മുതൽ 2 വർഷത്തേക്ക് വലിയ വിമാനങ്ങൾക്ക് വിലക്ക്. സെപ്റ്റംബർ മുതൽ 18 മാസം നീണ്ടു നിൽക്കുന്ന നവീകരണ പ്രവർത്തികളാണ് നടക്കുക. വലിയ വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നതോടെ കോഴിക്കോട്ട് നിന്ന് ഗൾഫ് സെക്ടറുകളിലേക്കും തിരിച്ചുമുള്ള 24 ലക്ഷം യാത്രക്കാരെയാണ് ഇത് ബാധിക്കുക. സെപ്റ്റംബർ 1 മുതൽ 18 മാസക്കാലമാണ് കരിപ്പൂരിൽ റൺവേ നവീകരണ പ്രവർത്തികൾ നടക്കുക. എന്നാൽ നിലവിൽ റൺവേ ബലക്ഷയമുള്ളതിനാലാണ് വലിയ വിമാനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. നവീകരണ പ്രവർത്തികൾക്ക് ശേഷവും വലിയ വിമാനങ്ങൾക്ക് കരിപ്പൂരിൽ ഇറങ്ങാനാകുമോ എന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുകയാണ്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറലാണ്. കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാമെന്നുള്ള പ്രോമിസ് ഒന്നും ഇപ്പോഴും ഇല്ല. അതായത് നമ്മുടെ ഇതിന്റെ സേഫ്റ്റി ഓവർസൈറ്റ് ചെയ്യുന്ന ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഇതിന്റെ സേഫ്റ്റി അസസ്മെന്റ് ഒക്കെ നടത്തി കഴിഞ്ഞിട്ട് അവരും കൂടെ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മെയ് 1 തൊട്ട് വിമാനം ജംബോ സർവീസ് അനുവദിക്കുന്നതല്ല എന്നാണ് നമ്മൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എയർ ഇന്ത്യ, സൗദി എയർലൈൻസ്, എമിറേറ്റ്സ് കമ്പനികളുടെ ഗൾഫ് സെക്ടറുകളിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകളാണ് ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കുന്നത്. ഇതോടെ കോഴിക്കോട് നിന്നും ഗൾഫ് മേഖലകളിലേക്കുള്ള പഴം, പച്ചക്കറി കയറ്റുമതിയും നിലയ്ക്കും. വലിയ വിമാനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് മൂലം യാത്രക്കാർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ കൂടുതൽ ചെറുവിമാനങ്ങൾ എത്തിക്കുമെന്നും ഇതിനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും എയർപോർട്ട് ഡയറക്ടർ കെ ജനാർദ്ദനൻ പറഞ്ഞു. വാർത്തകളിൽ ഇടവേള. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015. സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ മെയ് 31 വരെ മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത്? ഓർഗാനിക് ഫാമിൽ നിന്ന് ശേഖരിക്കുന്ന നെല്ലിക്കയാൽ തയ്യാർ ചെയ്യപ്പെടുന്ന നിവി ആംല ജ്യൂസ് ആഹാരത്തിന്റെ ഭാഗമാക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. നിവി ആംല ജ്യൂസ്. നിവി ആംല ജ്യൂസ്, മെനി ബെനിഫിറ്റ്സ് ഇൻ വൺ ഫ്രൂട്ട്. ലോകത്തിന്റെ ഏത് കോണിലും നമ്മൾ ഇന്ത്യക്കാരുണ്ടാകും. നമ്മുടെ വേറിട്ട സംസ്കാരങ്ങളുണ്ടാകും. ആ സംസ്കാരത്തിന് പ്രൗഢിയേകുവാൻ പട്ടിലെ സൃഷ്ടികളുണ്ടാകും. സ്വന്തം തറികളിൽ കല്യാൺ സിൽക്സ് നെയ്തൊരുക്കുന്ന മംഗല്യപ്പട്ട് 1 നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ അഭിമാനമാണ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. 21 ഷോറൂമുകൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. ആർട്ടിസ്ട്രി ബ്രാൻഡഡ് ജ്വല്ലറി ഷോ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കോഴിക്കോട് രാംമോഹൻ റോഡിലുള്ള ഷോറൂമിൽ ഏപ്രിൽ 4 മുതൽ 14 വരെ അപൂർവ രത്നാഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. വിദഗ്ധ കലാകാരന്മാർ തീർത്ത ഉത്കൃഷ്ട ആഭരണങ്ങളുടെ വിശേഷ ശ്രേണി. Malabar Gold and Diamonds. Celebrate the beauty of life. വാർത്തകൾ തുടരുന്നു. നേപ്പാൾ ദുരന്തത്തിൽ മരണമടഞ്ഞ ഡോക്ടർ ഇർഷാദിന് നാടിന്റെ അന്ത്യാഞ്ജലി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു ഇർഷാദ്. നാടിന്റെ വിവിധ തുറകളിൽപ്പെട്ടവർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിച്ചേർന്നു. നേപ്പാൾ ഭൂകമ്പത്തിൽ മരിച്ച ഡോക്ടർ ഇർഷാദിന്റെ മൃതദേഹം നെല്ലിക്കുന്ന് മൊഹീദ്ദീൻ ജുമാ മസ്ജിദിൽ ഖബർസ്ഥാനിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കബറടക്കി. നിഷ്കളങ്കമായ ഇർഷാദിന്റെ ആ പുഞ്ചിരി ഇനി ഉണ്ടാകില്ലെന്നോർക്കുമ്പോൾ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ദുഃഖം അടക്കാനാകുന്നില്ല. ദാമ്പത്യത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ കൊതിച്ചിരുന്ന യുവ ഡോക്ടറുടെ മരണം കുടുംബത്തിനു പുറമെ സമൂഹത്തിനും തീരെ നഷ്ടമാണ് ഉണ്ടാക്കിയത്. MBBS പഠനം കഴിഞ്ഞ ശേഷം ബിരുദാനന്തര ബിരുദത്തിനായി ഇർഷാദ് ആസാമിലെ പ്രമുഖ മെഡിക്കൽ കോളേജിൽ ചേർന്നിരുന്നു. ഇതിനിടയിൽ ക്ലാസ് തുടങ്ങാൻ വൈകുമെന്ന് അറിഞ്ഞതിനാലാണ് വിനോദയാത്രയ്ക്ക് പുറപ്പെടാൻ ഇർഷാദും 2 സുഹൃത്തുക്കളും ചേർന്ന് തീരുമാനിച്ചത്. ഇതിൽ കൂടെയുണ്ടായിരുന്ന കണ്ണൂർ കേളകം സ്വദേശി ദീപക് തോമസും ഇർഷാദിനോടൊപ്പം ഭൂകമ്പത്തിൽ മരണപ്പെട്ടിരുന്നു. കൂടെയുണ്ടായിരുന്ന അബിൻ സൂരി ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബംഗളൂരുവിൽ നിന്ന് റോഡ് മാർഗം എത്തിച്ച മൃതദേഹം ആംബുലൻസിൽ നിന്ന് പുറത്തെടുക്കാതെയാണ് പൊതുദർശനത്തിന് വെച്ചത്. നാട്ടുകാരും സുഹൃത്തുക്കളും അടക്കമുള്ള വൻ ജനാവലി ആൻബാഗിലുള്ള ഇർഷാദിന്റെ വീട്ടുമുറ്റത്ത് തടിച്ചുകൂടിയിരുന്നു. എന്നെ നെല്ലിക്കുന്ന MLA,
TE അബ്ദുള്ള, CT മുഹമ്മദ് അലി, ജില്ലാ കളക്ടർ മുഹമ്മദ് സഗീർ, MC ഖമറുദ്ദീൻ, A അബ്ദുറഹിമാൻ, MA ഖാസി മുസ്ലിയ തുടങ്ങി മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖരുൾപ്പെടെ നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. ദുരന്തഭൂമിയിൽ നിന്നും നടുക്കുന്ന ഓർമ്മകളുമായാണ് കോഴിക്കോട് കൂടരഞ്ഞി സ്വദേശിനി അപർണ തിരിച്ചെത്തിയത്. അണ്ടർ 14 ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ നേപ്പാളിൽ എത്തിയപ്പോഴാണ് ഭൂകമ്പമുണ്ടായത്. കൺമുന്നിലെത്തിയ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട അപർണയുടെ കണ്ണുകളിൽ നിന്ന് ഇപ്പോഴും നടുക്കം വിട്ടുമാറിയിട്ടില്ല. എല്ലാം ഒരു സ്വപ്നം പോലെ. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ അണ്ടർ 14 വിഭാഗത്തിൽ റീജിയണൽ ടൂർണമെന്റിൽ പങ്കെടുക്കാനായി ഏപ്രിൽ 18-നാണ് അപർണ ഉൾപ്പെട്ട ഇന്ത്യൻ ടീം നേപ്പാളിലെത്തിയത്. മാർച്ച് 4 മുതൽ ഗുജറാത്തിൽ നടന്ന സെലക്ഷൻ ക്യാമ്പിൽ നിന്ന് ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാളിയായിരുന്നു അപർണ. ആദ്യ മത്സരത്തിൽ അപർണ നേടിയ ഏക ഗോളിൽ ഭൂട്ടാനെ പരാജയപ്പെടുത്തി. അടുത്ത മത്സരത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതിനിടെയാണ് നേപ്പാളിനെ തകർത്തെറിഞ്ഞ ഭൂകമ്പമുണ്ടായത്. ആദ്യം ചെറുതായിട്ടൊന്ന് കുലുങ്ങി. ഞങ്ങൾ ഓർത്ത് ഞങ്ങൾക്ക് തോന്നിയതായിരിക്കും ആദ്യം ഓർത്തത്. പിന്നെ വലിയ സൗണ്ട് വന്നു, വലിയതായിട്ട് കുലുങ്ങി. ഞങ്ങൾ ആകെ പേടിച്ചു പോയി. അപ്പൊ ഞങ്ങളുടെ കോച്ച് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി ഓടിക്കോളാം, റൂമിലേക്ക് ഇറങ്ങി ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ഓടിക്കോളാം പറഞ്ഞു. ഞങ്ങളെല്ലാം ഗ്രൗണ്ടിലേക്ക് ഓടി. എല്ലാവരും പോയിട്ട് ഗ്രൗണ്ടിന്റെ നടുക്ക് പോയിരുന്നു. കുറെ നേരം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നിന്നു. ഞങ്ങൾ വലുതായിട്ട് ആദ്യം കുലുങ്ങി കഴിഞ്ഞപ്പോൾ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കുലുങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് കുലുങ്ങി. അവിടെ സ്റ്റാൻഡൊക്കെ നന്നായിട്ട് ആടുന്നുണ്ട്. ഞങ്ങളെല്ലാം പേടിച്ചു പോയി ആകെ. താമസിച്ചിരുന്ന ഹോട്ടലിന് വിള്ളൽ സംഭവിച്ചതിനാൽ മൈതാനത്തായിരുന്നു ഒരു രാത്രി കഴിച്ചുകൂട്ടിയത്. ദുരന്തമറിഞ്ഞതു മുതൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു അപർണയുടെ കുടുംബം. ഇന്ത്യൻ നേവിയുടെ വിമാനത്തിൽ ഡൽഹിയിലെത്തിയ അപർണ നാട്ടിലെത്തിയപ്പോഴും ദുരന്ത സ്മരണകളുടെ നടുക്കത്തിലാണ്. സാമൂഹിക പ്രതിബദ്ധതയോടെ പുതിയ പാഠങ്ങൾ പകർന്നു നൽകി സ്റ്റുഡൻസ് പോലീസ് പരിശീലന ക്യാമ്പ് സാമൂതിരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പുരോഗമിക്കുന്നു. രാജ്യസ്നേഹത്തിന്റെ ചിട്ടയായ പ്രവർത്തനം ലക്ഷ്യമാക്കി 670 വിദ്യാർത്ഥികളാണ് ടാലന്റ് സമ്മിറ്റ് ക്യാമ്പിൽ പങ്കാളികളാകുന്നത്. മെയ് 2 വരെയാണ് ക്യാമ്പ്. 2010 തുടക്കമിട്ട സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയാണ് ഇന്ന് വളർച്ചയുടെ വിവിധ മേഖലകൾ പിന്നിട്ട് രാജ്യത്തിന് മുതൽക്കൂട്ടാവുന്ന വിധം പുരോഗതിയിലേക്ക് വളർന്ന് വലുതാവുന്നത്. രാജ്യസ്നേഹം, അച്ചടക്കം, സേവന സന്നദ്ധത തുടങ്ങിയ മഹത്തായ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി ആരംഭിച്ചത്. പഠനത്തോടൊപ്പം ചിട്ടയായ നേതൃഗുണങ്ങൾ ലഭ്യമാക്കിയാൽ വിദ്യാർത്ഥികൾക്ക് എക്കാലത്തും ജീവിതത്തിൽ മഹത്തായ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ അവ സഹായകമാകും എന്ന ഉദ്ദേശം മനസ്സിൽ വെച്ചാണ് കോഴിക്കോട് പോലീസ് കമ്മീഷണറായിരുന്ന C വിജയൻ പദ്ധതിയുടെ ആരംഭം കുറിച്ചത്. അച്ചടക്ക ബോധത്തിന്റെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും പുതിയ പാഠങ്ങൾ പഠിച്ച് മികച്ച കേഡറ്റുകളാവാനുള്ള ചിട്ടയായതും ആധുനിക രീതിയിലുള്ളതുമായ പരിശീലന പദ്ധതികളാണ് ടാലന്റ് സമ്മിറ്റ് 2015 എന്ന വേനൽ അവധിക്കാല പരിശീലനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ KP രാജു പറഞ്ഞു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ 17 സ്കൂളുകളിൽ നിന്നായി 400 ആൺകുട്ടികളും 270 പെൺകുട്ടികളും ഉൾപ്പെടെ 670 വിദ്യാർത്ഥികളാണ് ടാലന്റ് സമ്മിറ്റ് എന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. 2 വർഷത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ ട്രെയിനിംഗ് പൂർത്തിയാക്കിയ 9ാം തരം വിദ്യാർത്ഥികളാണ് ഇവർ. 5 ദിവസം നീളുന്ന ക്യാമ്പിൽ 34 കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരും 60ഓളം പോലീസ് ഉദ്യോഗസ്ഥരും പരിശീലനം നൽകുന്നുണ്ട്. പുലർച്ചെ 5-നാണ് ക്യാമ്പ് ആരംഭിക്കുന്നത്. 6 മണിയോടെ റോഡിലൂടെ നടന്ന് വ്യായാമം ആരംഭിക്കും. പിന്നീട് പരിശീലനത്തിലേക്ക് കടക്കും. 45 മിനിറ്റ് കരാട്ടയുമുണ്ട്. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസ് എടുക്കും. പ്രമുഖരുമായി മുഖാമുഖവും ഉണ്ടാവും. രാത്രി 9-ന് കലാപരിപാടികളോടെയാണ് ഒരു ദിവസത്തെ ക്യാമ്പിന്റെ സമാപനം. നേതൃപാടവം എന്ന വിഷയത്തിൽ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് മുരളി പയ്യന്നൂർ, പോലീസും ജനങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന വിഷയത്തിൽ മുൻ പോലീസ് സൂപ്രണ്ട് N സുഭാഷ് ബാബു എന്നിവർ ക്ലാസ് എടുത്തു. കളക്ടർ N പ്രശാന്തുമായി മുഖാമുഖവും നടന്നു. വരും ദിവസങ്ങളിൽ ആരോഗ്യകരമായ ഭക്ഷണശീലം, ശുചിത്വം, മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് ദുരുപയോഗം, ലഹരിമരുന്ന് തുടങ്ങിയവയെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസുകൾ ഉണ്ടാവും. മന്ത്രി രമേശ് ചെന്നിത്തല, SPC സംസ്ഥാന നോഡൽ ഓഫീസർ P വിജയൻ, സബ് ജഡ്ജി RL ബൈജു തുടങ്ങിയവരുമായി മുഖാമുഖവും ഒരുക്കിയിട്ടുണ്ട്. മെയ് 2-നാണ് ക്യാമ്പിന്റെ സമാപനം. സർവീസിലിരിക്കെ മരണപ്പെട്ട SCPO ഡ്രൈവർ സായി സഞ്ജിത്തിന്റെ കുടുംബത്തെ സഹായിക്കാനായി സമാഹരിച്ച കുടുംബ സഹായനിധി DCP D സാലി കുടുംബത്തിന് കൈമാറി. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും കേരള പോലീസ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും ചേർന്ന് കോഴിക്കോട്ടെ പോലീസ് സേനാംഗങ്ങളിൽ നിന്നുമാണ് തുക സമാഹരിച്ചത്. സർവീസിലിരിക്കെ മരണപ്പെട്ട SCPO ഡ്രൈവറായിരുന്ന സായി സഞ്ജിത്തിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും കേരള പോലീസ് അസോസിയേഷനും ചേർന്ന് സഹായനിധി രൂപീകരിച്ച് കുടുംബത്തിന് കൈമാറിയത്.
മറ്റു സർവീസ് സംഘടനകളിൽ നിന്നും വ്യത്യസ്തമായി മരണപ്പെടുന്ന സഹപ്രവർത്തകന്റെ കുടുംബത്തിന് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ് സംയുക്തമായി സഹായനിധി ഫണ്ട് രൂപീകരിച്ച് ധനസഹായം കുടുംബത്തെ ഏൽപ്പിക്കുക എന്ന മഹനീയ പ്രവർത്തനം പോലീസ് സംഘടനകൾ ചേർന്ന് നടത്തിയത്. ഡെപ്യൂട്ടി കമ്മീഷണർ ഡി സാലി ധനസഹായം കുടുംബത്തിന് നൽകി. മനസ്സിൽ ഒരുപാട് ഭാവിയെ പറ്റിയുള്ള വിധത്തിലുള്ള സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിതം ആരംഭിക്കുന്നത്. അതിൽ പെട്ടെന്നൊരു ദിവസം അത് വാടിപ്പോവുക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പിടിയിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥയാണ്. കോഴിക്കോട് സിറ്റിയിലെ സേനാംഗങ്ങളിൽ നിന്നും തികഞ്ഞ കൂട്ടായ്മയോടെയാണ് ധനസഹായ സമാഹരണം നടത്തിയത്. സംഘടനാ പ്രതിനിധികൾക്കൊപ്പം നിരവധി ആളുകളും ചടങ്ങിൽ സംബന്ധിച്ചു. KPOA ജില്ലാ പ്രസിഡന്റ് P. ഷാഹുൽ ഹമീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KPA ജില്ലാ സെക്രട്ടറി E. ജയരാജൻ സ്വാഗതം പറഞ്ഞു. അസിസ്റ്റന്റ് കമ്മീഷണർമാരായ ജോസി ചെറിയാൻ, AJ ബാബു, PT ശശിധരൻ, P. മുരളീധരൻ, T. ശോഭി, C. വിനായകൻ, PV ഇസ്മായിൽ, രജീന്ദ്രബാബു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇത്തവണത്തെ ഇന്റർസോൺ കലോത്സവം കാലിക്കറ്റ് സർവകലാശാലയിൽ വെച്ച് നടത്തുന്നത് സംഘർഷ സാധ്യതയുണ്ടാക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. നിലവിൽ ഹോസ്റ്റൽ പ്രശ്നത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ ഭിന്നത നിലനിൽക്കുന്നുണ്ട്. മെയ് 2 മുതൽ 6 വരെയാണ് ഇന്റർസോൺ കലോത്സവം. സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകൾ പരിപാടി ഏറ്റെടുക്കാൻ താൽപര്യം കാണിക്കാത്തതിനാലും കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമായതിനാലുമാണ് ഇന്റർസോൺ കലോത്സവം സർവകലാശാലയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത്. 300ഓളം കോളേജുകളിൽ നിന്നായി 3000-ൽ പരം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിനെത്തുക. ക്യാമ്പസ് പഠന വകുപ്പ് യൂണിയൻ മേധാവിത്വം SFIക്കാണ്. ഇവരുടെ സഹകരണം കലോത്സവത്തിനുണ്ടാകില്ല. സാധാരണഗതിയിൽ അതത് യൂണിയനുകൾക്ക് ആഭിമുഖ്യമുള്ള സ്ഥലങ്ങളാണ് കലോത്സവ വേദിയാക്കാറ്. ഇപ്പോൾ വേനലവധിയാണെങ്കിലും ഗവേഷക വിദ്യാർത്ഥികളും കായിക വിദ്യാർത്ഥികളും ക്യാമ്പസിലുണ്ട്. കലോത്സവത്തിനെത്തുന്നവരിൽ പലർക്കും ഹോസ്റ്റലിൽ താമസ സൗകര്യം ഒരുക്കേണ്ടി വരും. 500 ഏക്കറിലധികം വരുന്ന ക്യാമ്പസിൽ പോലീസിന് വിന്യസിച്ച മത്സരങ്ങൾ നടത്തുന്നത് പ്രായോഗികമല്ല. അതേസമയം ഓഡിറ്റോറിയം, സെമിനാർ കോംപ്ലക്സ് തുടങ്ങിയ വേദികളും മറ്റ് സൗകര്യങ്ങളുമെല്ലാമുള്ള സർവകലാശാല ക്യാമ്പസാണ് KSU MSF സഖ്യം നേതൃത്വം നൽകുന്ന സർവകലാശാല യൂണിയൻ പരിഗണിക്കുന്നത്. അതേസമയം ക്യാമ്പസിൽ ഹോസ്റ്റൽ പ്രശ്നത്തിൽ SFIയും MSFും തമ്മിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നുണ്ട്. ഹോസ്റ്റലിനകത്തും പുറത്തും വെച്ച് പലതവണ ഈ വിഷയത്തിൽ സംഘട്ടനങ്ങളും ഉണ്ടായിരുന്നു. സംഘർഷാവസ്ഥയും വൈസ് ചാൻസലർക്ക് നേരെയുള്ള ആക്രമണങ്ങളും കണക്കിലെടുത്ത് VCക്ക് സായുധ സംരക്ഷണവും നൽകിയിട്ടുണ്ട്. ക്യാമ്പസിൽ പോലീസ് കൺട്രോൾ റൂമും പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ 25 പോലീസുകാർ മാത്രമാണ് ഇവിടെ ഡ്യൂട്ടിക്കുള്ളത്. ഇത്തരം സാഹചര്യങ്ങൾ മുൻനിർത്തിയാണ് കലോത്സവത്തിനിടെ സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയത്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015 സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ മെയ് 31 വരെ മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത്? ഓർഗാനിക് ഫാമിൽ നിന്ന് ശേഖരിക്കുന്ന നെല്ലിക്കയാൽ തയ്യാർ ചെയ്യപ്പെടുന്ന നിവി ആംല ജ്യൂസ് ആഹാരത്തിന്റെ ഭാഗമാക്കൂ. ആരോഗ്യം സംരക്ഷിക്കൂ. നിവി ആംല ജ്യൂസ്. നിവി ആംല ജ്യൂസ്. മെനി ബെനിഫിറ്റ്സ് ഇൻ വൺ ഫ്രൂട്ട്. പ്രത്യേക ശ്രദ്ധയ്ക്ക് മദ്യപാനം, പുകവലി, കഞ്ചാവ്, മറ്റു ലഹരി പദാർത്ഥങ്ങൾ ശീലമാക്കിയവർ നിങ്ങളുടെ കുടുംബത്തിലോ അറിവിലോ ഉണ്ടെങ്കിൽ അവരെ മോചിപ്പിക്കാൻ ഇതാ ഒരവസരം. തികച്ചും ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കിയ ആയുർവേദ മരുന്ന് അറിഞ്ഞോ അറിയാതെയോ നൽകാം. ഡോക്ടർ മിഥുൻ എടത്തിൽ, മീൻചന്ത, കോഴിക്കോട്. ഫോൺ 9895539920. മരുന്ന് തപാൽ വഴിയും ലഭ്യമാണ്. WHO GMP ISO 9001:2000 HACCP സർട്ടിഫൈഡ് മെഡിസിൻ. കൂടുതൽ ചികിത്സാ വിവരങ്ങൾക്കും ബുക്കിംഗിനും ബന്ധപ്പെടുക. ലഹരി ഉപയോഗം അത് കുടുംബ ബന്ധങ്ങളെയും സമൂഹത്തെയും നാടിനെയും നശിപ്പിക്കും. അതിൽ നിന്ന് ഇതാ ഒരു മോചനം. ഒരു നല്ല നാടിന്റെ ഉയർച്ചയ്ക്കായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. വാർത്തകൾ തുടരുന്നു. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷന്റെ രാമനാട്ടുകര ബ്ലോക്ക് പ്രതിനിധി സമ്മേളനം ചെറുവണ്ണൂർ ഭുവനേശ്വരി കല്യാണ മണ്ഡപത്തിൽ നടന്നു. കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റീന മുണ്ടേങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ബ്ലോക്ക് പ്രതിനിധി കൺവെൻഷൻ ചെറുവണ്ണൂർ ഭുവനേശ്വരി കല്യാണ മണ്ഡപത്തിൽ നടന്നു. കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റീന മുണ്ടേങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ബ്ലോക്ക് തലത്തിൽ തന്നെ ഇതിന്റെ വ്യവസായ ഓഫീസറുണ്ട്.
എന്തെങ്കിലും സഹായ സഹകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ 45 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് 20% സബ്സിഡിയോട് കൂടി അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പലരും അതിന് തയ്യാറാവുന്നില്ല. നമുക്ക് ബ്ലോക്കിൽ വന്ന വ്യവസായ ഓഫീസർ തന്നെ എന്തെങ്കിലും കാര്യം ആളുകൾക്ക് ചെയ്തു കൊടുക്കാൻ താല്പര്യമുള്ള ആളുകളാണ്. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ബ്ലോക്ക് പ്രസിഡന്റ് ആർ അബ്ദുൾ ലത്തീഫ് അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് കെ മോഹനൻ അനുശോചനം അവതരിപ്പിച്ചു. ബ്ലോക്ക് സെക്രട്ടറി പി കൃഷ്ണദാസ്, ബ്ലോക്ക് ട്രഷറർ എം പ്രസന്നൻ, സി കെ ശശി എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ കെ ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗം എം കൃഷ്ണൻ, കിഫ്കോൺ മാനേജിംഗ് ഡയറക്ടർ സിദ്ധാർത്ഥൻ, എം ഗിരീഷ്, എ അബ്ദുൾ നാസർ, സുന്ദരൻ എന്നിവർ സംബന്ധിച്ചു. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ കോഴിക്കോട് സിറ്റി കൺവെൻഷൻ വിവിധ പരിപാടികളോടെ നടന്നു. മുൻ മേയർ എം ഭാസ്കരൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ കോഴിക്കോട് സിറ്റി കൺവെൻഷനാണ് വിവിധ പരിപാടികളോടെ കയറ്റിറക്ക് തൊഴിലാളി യൂണിയൻ ഹാളിൽ നടന്നത്. 2007 മുതൽ സംസ്ഥാനമാകെ പ്രവർത്തിച്ചുവരുന്ന സംഘടനയാണ് സീനിയർ സിറ്റിസൺസ് വെൽഫെയർ അസോസിയേഷൻ. 60 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൌരന്മാരുടെ നിയമപരമായ അവകാശങ്ങൾ നിരവധി സമരങ്ങളിലൂടെ സംഘടന നേടിയെടുത്തിട്ടുണ്ട്. 2007 പാർലമെന്റ് പാസാക്കിയ രക്ഷാകർത്താക്കളുടെയും മുതിർന്ന പൌരന്മാരുടെ സംരക്ഷണത്തിനും ക്ഷേമത്തിനുമായുള്ള ആക്ട്, ഇതിനെ തുടർന്ന് കേരള സർക്കാർ പാസാക്കിയ ചട്ടങ്ങൾ, വയോജന നയം, ഇവയെല്ലാം മുതിർന്ന പൌരന്മാർക്ക് നിരവധി സംരക്ഷണങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അവയിൽ പലതും പ്രഖ്യാപനത്തിലും കടലാസിലും ഒതുങ്ങുകയാണെന്ന് സിറ്റി കൺവെൻഷൻ പറഞ്ഞു. മുതിർന്ന പൌരന്മാർക്ക് കുടുംബത്തിലും സമൂഹത്തിലും പീഡനങ്ങൾ പെരുകിവരുന്ന ഇന്നത്തെ കാലത്ത് വയോജന ക്ഷേമ സംരക്ഷണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയെ കരുത്തുറ്റ പ്രസ്ഥാനമാക്കി അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് പ്രാപ്തമാക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ന് സംഘടന. ചടങ്ങിൽ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എം രാധാകൃഷ്ണൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി മുരളീധരൻ, സെക്രട്ടറി കെ രാഘവൻ നായർ, ടി ദേവി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരീക്കാട് യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം നല്ലളം AUP സ്കൂളിൽ നടന്നു. KVVES സംസ്ഥാന പ്രസിഡന്റ് ടി നസ്രുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരീക്കാട് യൂണിറ്റ് കമ്മിറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗവും പ്രദേശത്തെ മാതൃകാ ജന്മി അഷ്റഫ് പുല്ലങ്ങാടത്തിനെ ആദരിക്കൽ ചടങ്ങും നല്ലളം AIP സ്കൂളിൽ നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസ്രുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് TP കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി കെ സേതുമാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ഡെത്ത് ഫണ്ട് വിതരണവും നിർവഹിച്ചു. അംഗങ്ങളിൽ നിന്ന് പണം സ്വരൂപിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടാക്കുകയും അതെല്ലാം വിഹിതമായ അംഗങ്ങൾക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഏറ്റവും നല്ല കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും നല്ല യൂണിറ്റുകളിൽപ്പെട്ട ഒരു യൂണിറ്റാണ് അരീക്കാട് എന്ന് പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ജില്ലാ സെക്രട്ടറി P അശോകൻ, മണ്ഡലം പ്രസിഡന്റ് KV യൂസഫ് അലി, CP ഹസൻ, KM ഹനീഫ, P ജ്യോതിപ്രകാശ്, P ഹുസൈൻ കോയ, TS നാരായണൻ, PK സല എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മെഡിക്കൽ കോളേജിൽ മരുന്ന് കടത്തുന്നു എന്നാരോപിച്ച് നടത്തിയ ഉപരോധത്തിൽ സംഘർഷം. പ്രതി പോലീസ് കസ്റ്റഡിയിൽ. മോട്ടോർ വാഹന തൊഴിലാളികളുടെ 24 മണിക്കൂർ പണിമുടക്ക് പൂർണ്ണം. ദുരന്തഭൂമിയിൽ നിന്നും ഭീതി മാറാതെ കോഴിക്കോട്ടുകാർ ജന്മനാട്ടിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life.